ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഇവൺ ദ വേർഡ്ലെസ് അപ്രൈസർ ക്ലാസ് ആക്ച്വലി ദ സ്ട്രോങ്ങസ്റ്റ് എന്ന ആനിമിയുടെ എപ്പിസോഡ് നമ്പർ 2 ആണ്. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആനിമി കാണാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. എപ്പിസോഡിലേക്ക് പോകാം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ ലാസ്റ്റ് കാണിച്ച സീനാണ് കാണിക്കുന്നത്. ഹീറോ അവളുടെ സൗന്ദര്യത്തിൽ മയങ്ങി നിൽക്കുമ്പോൾ ഹേ കിഡ് എന്നൊരു വിളി കേട്ട് തിരിഞ്ഞു നോക്കും. അവൾ പറയും, ആ ചായ എൻ്റെ മകൾ നിനക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. ഇത്രയ്ക്കും നല്ലത് ഈ ലോകത്ത് വേറെ എവിടെയും കിട്ടുകയില്ല. അവനത് കേട്ട് അവളെ നോക്കുമ്പോൾ അവൾ ബ്ലഷായിട്ട് ഒരു സിപ്പ് അത് കുടിക്കാൻ പറയും. ഹീറോ നീ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ മറ്റവൾ ആ ചായ ഇന്നിൻ്റെ വായിലൊഴിക്കും. യൂറി അതിന് നല്ല ചൂടുണ്ടെന്ന് പറയും. ഹീറോ ആ ചായ കുടിക്കുമ്പോൾ അവനത് നല്ലോണം ഇഷ്ടപ്പെടും. അവൾ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കും. അവൾ ക്യൂട്ടാണെന്ന് പറയുമ്പോൾ മറ്റവൾ ഹീറോയിനെ ഭീഷണിപ്പെടുത്തും. പിന്നീട് ഹീറോ നിങ്ങൾ രണ്ടുപേരുമാണോ എന്നെ രക്ഷിച്ചത്? എനിക്ക് നിന്നെ രക്ഷിക്കേണ്ട ആവശ്യമില്ല. ഇവൾക്ക് നിന്നെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് എന്ന് പറയും. അതുകൊണ്ട് ഒരു വഴിയുമില്ലാതെയാണ് നിന്നെ ആ മോൺസ്റ്ററിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. വലിയ മൗണ്ടൈൻ്റെ താഴത്തെ സീയിൽ നിന്നാണ് നിന്നെ കിട്ടിയത്. അവൻ താങ്ക് യു യൂറി എന്ന് പറയും. അവൾക്ക് ബ്ലഷാവും. മറ്റവൾ ഹീറോനെ ചവിട്ടി വെറുതെ എൻ്റെ മകളോട് സംസാരിക്കരുത് എന്ന് പറയും. യൂറി ഞാൻ ഹാപ്പിയാണ് അമ്മ അവൻ എന്നോട് സംസാരിച്ചതിൽ. ഇന്നിനത് കേട്ട് ഒന്നും മനസ്സിലാവില്ല. അവൻ മറ്റവളോട് നിങ്ങൾ അമ്മയാണോ എന്ന് ചോദിക്കുമ്പോൾ അവരും ശരിയാണെന്ന് പറഞ്ഞ് എൻ്റെ പേര് ഉർസല, യഗ്ഡ്രസിൻ്റെ ഗാർഡിയനാണ്. അവൾ പറഞ്ഞു തുടങ്ങും, ഈ ലോകത്തിൽ ആകെ 9 യഗ്ഡ്രസിൽസ് ഉണ്ട്. അതിനെ സംരക്ഷിക്കാനും ഒബ്സർവ് ചെയ്യാനും ഗാർഡിയൻസും ഉണ്ടാവും. ഞങ്ങൾ ഇതിനെ പുറത്തു നിന്ന് സംരക്ഷിക്കും. അവൻ നിങ്ങളുടെയാണോ? അതെ, വഴിയൊക്കെ എനിക്കറിയാം. എൻ്റെ മോളാണ് അതാക്കിയത്. അവൻ യുവർ ഹ്യൂമൺ ആണോ എന്ന് ചോദിക്കും. അവളോട് ഈ മരത്തിൻ്റെ സ്പിരിറ്റാണ്. അവൻ അവളുടെ അടുത്ത് വന്ന് അതിന് അത്ഭുതമൊന്നും ഇല്ലെന്ന് പറയും. അവൾ ഹേർട്ടാവുമ്പോൾ ഉർസല എത്ര ധൈര്യമുണ്ടെങ്കിൽ നീ എൻ്റെ മകളെ ഫ്ലേർട്ട് ചെയ്യുമെന്ന് പറയും. ഈ കണ്ണ് ആക്കാൻ ഞാൻ പാടുപെട്ടു. അപ്പോഴാണ് അവനത് ശ്രദ്ധിച്ച് ഒരു കാര്യം ഓർത്തത്. കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു ഡെത്ത് ബിയർ അവൻ്റെ കണ്ണ് നല്ലോണം മുറിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ റിക്കവറായി. ഉർസല പറയും, അത് യഗ്ഡ്രസിൻ്റെ ഡ്രോപ്പ് നിൻ്റെ മുറിവിൽ ഉറ്റിയിട്ടാണ് ഞാൻ മുറിവേറ്റ കണ്ണ് റീജനറേറ്റ് ചെയ്തത്. യഗ്ഡ്രസിൻ്റെ ഒരു ഭാഗം എടുത്തിട്ടാണ് പുതിയ കണ്ണുണ്ടാക്കിയത്. ഒരു സ്പിരിറ്റിൻ്റേത് പോലെയുള്ള കണ്ണ്. അവനത് വിശ്വസിക്കാൻ പറ്റില്ല. അവൾ പറയും, ഇതെല്ലാം യൂറിക്ക് വേണ്ടിയാണ്. പിന്നെ നീ ഹ്യൂമൺ ആയതുകൊണ്ട്. ഹീറോ നീ എന്തിനാണ് എന്നെ രക്ഷിച്ചതെന്ന് ചോദിക്കും. അവൾ എന്നിട്ട് പറയും, അവൻ കഴിഞ്ഞ എപ്പിസോഡിൽ മരത്തെ പിടിച്ച് എൻ്റെ ജീവൻ രക്ഷിച്ചതിന് നന്ദി പറഞ്ഞിരുന്നു. നീ താങ്ക്സ് പറഞ്ഞത് കൊണ്ടാണ്. മറ്റവൾ പറയും, അവളെ ആളുകളെയും സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ആരും അവളോട് നന്ദിയൊന്നും പറഞ്ഞിട്ടില്ല, നീ ഒഴിച്ച്. അവളുടെ കൊമ്പുകളും ഇലകളും പറിച്ചു കൊണ്ടുപോകാറുണ്ട്. നിൻ്റെ വാക്കുകൾ അവളെ ഹാപ്പിയാക്കി. അവളോട് നന്ദി നീയാണ് രക്ഷിച്ചത്. അവൾക്ക് അത് കേട്ട് ഒരുമാതിരിയാവും. മറ്റവൾ പറയും, നിൻ്റെ ജീവൻ രക്ഷിച്ചു, ഇനി ഇവിടുന്ന് പോ. യൂറി അതിന് സമ്മതിക്കില്ല. അവൻ്റെ ജീവന് റിസ്ക്കാണ്. എനിക്കതിന് ഒന്നുമില്ലെന്ന് അവൾ പറയും. യൂറി അവളോട് കേണപേക്ഷിക്കുമ്പോൾ ഞാനിതിൻ്റെ ഗാർഡിയനാണ്. അതുകൊണ്ട് ഇവിടുന്ന് പുറത്തു പോവാൻ പറ്റില്ല. ടെലിപ്പോർട്ടേഷൻ മാജിക് ഈ ഡഞ്ചനിൽ യൂസ് ചെയ്യാൻ പറ്റില്ലെന്ന് പറയും. യൂറി കരയുമ്പോൾ കരയേണ്ട എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കാൻ നോക്കും. അവസാനം അവൾ അതിന് സമ്മതിക്കും. അവൾ പറയും, ഞാൻ നിന്നെ ട്രെയിൻ ചെയ്യും. നീ സ്ട്രോങ്ങറായിട്ട് ഇവിടുന്ന് പോവണം. യൂറി അവരെ കെട്ടിപ്പിടിക്കും. അവൻ എന്നിട്ട് അവരെ കെട്ടിപ്പിടിക്കും. അവൾ വിടാൻ പറയും. നിന്നെ സ്ട്രോങ് ആക്കണം. ചില ചെറിയ ചാലഞ്ചസ് ഒക്കെ തരും. അത് നീ ചെയ്യണം. അവന് ആവേശം കയറി താങ്ക് യു മാം എന്ന് പറയും. പിന്നീട് കാണിക്കുന്നത് അവരാ ഡഞ്ചനിൽ കൂടെ നടന്നു പോകുന്നതാണ്. നിങ്ങൾ എന്നെ ശരിക്കും സ്ട്രോങ് ആക്കൂലേ? നീ പഠിച്ചെടുക്കാൻ വൈകിയാൽ നീ ഇവിടുന്ന് പോകാൻ വയസ്സാവും. അതുകൊണ്ട് വേഗത്തിൽ സ്ട്രോങ് ആവണം. എന്നിട്ട് അവൾ ദൂരേക്ക് ചൂണ്ടിക്കാണിക്കും. ഹീറോ എനിക്കൊന്നും കാണുന്നില്ലല്ലോ എന്ന് പറയും. അവൾ ദേഷ്യപ്പെട്ട് പറയും, നിൻ്റെ ലെഫ്റ്റ് ഐ യഗ്ഡ്രസിൻ്റെ ഒരു പാട്ട് വെച്ചാണ് ഉണ്ടാക്കിയത്, എന്നിട്ടും കാണുന്നില്ലേ? ഇവിടെയൊന്നും ഡിഫറെൻ്റ് ആയിട്ടില്ലെന്നാണ് പറയുന്നത്. അവൾ പറയും, അപ്പം നീ അവയർനെസ് ആയിട്ടില്ല. എന്നിട്ട് അവൻ്റെ ഒറിജിനൽ ലെഫ്റ്റ് ഐ ആ ഡെത്ത് ബിയർ മുറിച്ചതാണ്. എൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ഡാർക്ക്നെസ് ആണുള്ളത്. അവന് യൂറിയാണ് വെളിച്ചം. അവളാണ് എനിക്ക് വെളിച്ചം തന്നത്. ഇപ്പോൾ എൻ്റെ കണ്ണുകൾ വാമായെന്ന് പറഞ്ഞ് തുറന്നു നോക്കുമ്പോൾ വേറേതോ സ്ഥലത്ത് എത്തും. അവൾ അവസാനം നമുക്ക് ട്രെയിനിങ് തുടങ്ങാമെന്ന് പറഞ്ഞ് ഒരു കല്ലെടുത്ത് അവിടെയുള്ള മോൺസ്റ്ററിനെ എറിയും.
അതവനെ കാണിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് അവനെ വേഗത്തിൽ അറ്റാക്ക് ചെയ്യാൻ വരും. ഉൾസറ, നീ ഇതിൻ്റെ അറ്റാക്ക് ഡോ ചെയ്യണം, ഇതാണ് നിൻ്റെ ഫസ്റ്റ് ടാസ്ക് എന്ന് പറയും. നിനക്ക് അപ്രൈസ് ചെയ്യാൻ പറ്റും, അതാണ് നിൻ്റെ സ്പെഷ്യാലിറ്റി. പക്ഷേ അത് മെറ്റീരിയലാണ് കാണിക്കുക, പക്ഷേ സ്പിരിറ്റായി അതിനേക്കാൾ വ്യത്യസ്തമാണെന്ന് പറയും. അവൻ ചോദിക്കും, നിങ്ങൾ ഇതിൻ്റെ മൂവ്മെൻറ്റ് അപ്രൈസ് ചെയ്യാനാണോ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതവനെ അറ്റാക്ക് ചെയ്യാൻ വരും. ഹീറോ അതിനെ അപ്രൈസ് ചെയ്ത് അതിൻ്റെ വിവരങ്ങൾ കിട്ടി എന്ന് പറയുമ്പോഴത്തേക്കും അതവൻ്റെ ചെവി വെട്ടും. അവൾ ഹ്യൂമനായും സ്പിരിറ്റായും കമ്പയർ ചെയ്യരുത്, അതുകൊണ്ട് ഓപ്പണൻ്റെ മൂവ്മെൻറ്റ്സ് നല്ലതാണ്. ഞാൻ നല്ലോണം അപ്രൈസ് ചെയ്തു എന്ന് പറഞ്ഞ് താഴെ വീഴും. അവൾ ആ മരത്തിൻ്റെ വെള്ളം ഉറ്റിച്ച് അത് ഹീൽ ചെയ്യും. അവളിൽ എഗ്ഡ്രൈസ് ഡ്രോപ്പ് അതിന് എന്ന് പറയും. അതുകൊണ്ട് ധൈര്യമായി ഫൈറ്റ് ചെയ്തോ, ഞാനത് ഹീൽ ചെയ്യും. നീ മരിക്കുന്നതിന് മുൻപ് നിൻ്റെ സ്കില്ല് മാസ്റ്റർ ചെയ്യാൻ നോക്കെന്ന് പറയും. അവൻ ഇത് ക്രൂവലാണെന്ന് പറയുമ്പോൾ അവൾ ആ ബാരിയർ മാറ്റുമ്പോൾ മോൺസ്റ്റർ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ ഹീറോ പിന്നെയും അപ്രൈസ് ചെയ്യും. ഇതെൻ്റെ ലെഫ്റ്റ് കാലാണ് മുറിക്കുന്നത്, പക്ഷേ സമയം കണക്കാക്കാനാവുന്നില്ല. അവൻ സ്പിരിറ്റായി ഉപയോഗിക്കും, അതിൽ 5 സെക്കൻഡ് കൊണ്ട് അറ്റാക്ക് ചെയ്യുമെന്നുണ്ടാവും. അവനത് വർക്കായി എന്ന് പറഞ്ഞ് എണ്ണാൻ തുടങ്ങും. അത് അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ മാറും. ഞാൻ ആദ്യമായാണ് എസ്രാങ് മോൺസ്റ്ററിൻ്റെ അറ്റാക്ക് ഡോ ചെയ്യുന്നത് എന്ന് ചിന്തിക്കും. അവൻ ഉർസറയെ വിളിക്കാൻ പോകുമ്പോൾ അത് അവൻ്റെ കൈ വെട്ടും. നല്ലത്, നീ അതിൻ്റെ അറ്റാക്ക് ഒരു പ്രാവശ്യം ഡോ ചെയ്തു. അവനത് ശരിയാണ്, എനിക്ക് അതിൻ്റെ അറ്റാക്ക് എയിം ചെയ്യണം, ശ്വാസം എടുക്കുന്നതിനുള്ളിൽ അപ്രൈസ് ചെയ്യണം. ഞാൻ പിന്മാറില്ല, ഈ ലോകത്തെ ചേഞ്ച് ചെയ്യും. ഇപ്പം അതവനെ അറ്റാക്ക് ചെയ്യുമ്പോഴെല്ലാം അവനത് ഡോ ചെയ്ത് മാറും. അവൾ ഒരാഴ്ചയായി ട്രെയിൻ ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്തിട്ട് അവനതിനെ ലൈഫ് കണ്ണ് വച്ച് അപ്രൈസ് ചെയ്യുമ്പോൾ 2 സെക്കൻഡ് കൊണ്ട് അറ്റാക്ക് ചെയ്യുന്നത് കാണിക്കും. അവനതിൽ നിന്ന് ഡോ ചെയ്യും, പിന്നെ അറ്റാക്ക് ചെയ്യുമ്പോൾ അതും ഡോ ചെയ്യും. അവൻ എങ്ങനെയുണ്ട് ഉൾസറ എന്ന് ചോദിക്കുമ്പോൾ അതവനെ വെട്ടുമോ. ഞാനത് വിചാരിച്ചു, എന്നിട്ട് മറിഞ്ഞ ഇടത്ത് ആ വെള്ളം ഒഴിക്കും. അടുത്ത ലെവൽ ട്രെയിനിങ്ങിന് സമയമായെന്ന് പറയും. ഇനി നീ അതിനെ ഡിഫീറ്റ് ചെയ്യണം, അതെൻ്റെ ജോലിയല്ലെന്ന് പറയും. നിൻ്റെ റിയൽ സ്കില്ല് ഈവിൾ ആയി വെച്ച് ഉണ്ടാക്ക്, ഇതാണ് ട്രെയിനിങ്. എന്നിട്ട് എഗ്ഡ്രൈസിൻ്റെ ബ്രാഞ്ച് കൊണ്ടുണ്ടാക്കിയ വുഡൻ സോഡ് കൊടുക്കും. ഇത് യൂറി തന്നതാണ്. എനിക്ക് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. അതിൽ യൂറി, അമ്മേ ഇത് എന്നിന് കൊടുക്ക്, അവനത് ഹെൽപ്പാവും എന്ന് പറഞ്ഞ് അവൾക്ക് ഇത് കൊടുക്കുമ്പോൾ നല്ല വേദനയുണ്ടായിരുന്നു. അതുകൊണ്ട് നീ ഇത് പൊട്ടിച്ചാൽ ഞാൻ നിന്നെ ഇല്ലാതാക്കുമെന്ന് പറയും. ഞാൻ ശ്രദ്ധിക്കാം. അവൾ എന്നിട്ട് ആ ബാരിയർ മാറ്റും. എന്നിട്ട് അതിനെ അപ്രൈസ് ചെയ്ത് അറ്റാക്ക് ചെയ്യാൻ നിൽക്കും. അത് അടുത്തത് വരുമ്പോൾ അതവനെ അറ്റാക്ക് ചെയ്യുമ്പോൾ അത് കൊള്ളില്ല. അവൻ അതെന്താണെന്ന് ചോദിക്കും. നീ ഇത് സ്ലോ ആയതുകൊണ്ടാണ്, ബാക്കി നീ കണ്ടുപിടിക്കണം. ഈ വുഡൻ സോഡിനെ എയിം ചെയ്തുകൂടാ എന്ന് ചിന്തിച്ച് വീണ്ടും അറ്റാക്ക് ചെയ്യുമ്പോൾ അതും ഡോ ചെയ്തു മാറും. ഇത് ഒരു ബ്രെയിൻ ഉണ്ട്, അത് സ്വന്തം ഡോ ചെയ്യുന്നതാണ്. ഹ്യൂമൻസും സ്പിരിറ്റ്സും ഡിഫറെൻ്റ് എന്ന് ചിന്തിക്കും. അവൾ വിളിച്ച് ചോദിക്കും, ഇതെത്ര നേരമായി ചിന്തിക്കുന്നു? ഞാൻ നിന്നോട് ഒരു കാര്യം പറയാം, ഇതിൻ്റെ മൂവ്മെൻറ്റ്സ് നിനക്ക് സ്പിരിറ്റായി ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ കഴിയും. അപ്പം അതാണ് കാര്യം. എന്നിട്ട് അവൻ സ്പിരിറ്റ്സായി ഉപയോഗിച്ച് അപ്രൈസ് ചെയ്യുമ്പോൾ അതിൻ്റെ അറ്റാക്ക് സ്ലോ ആയിട്ടായിരിക്കും ഉണ്ടാവുക. അവനത് കണ്ട് വിശ്വസിക്കാനാവില്ല. ഇതാണ് അവസരം എന്ന് പറഞ്ഞ് അവൻ അതിനെ അടിക്കും. അത് താഴെ വീഴും. അവൻ ഒരൊറ്റ അടി കൊണ്ട് ഡിഫീറ്റ് ആയോ. ആ കണ്ണ് ഉപയോഗിച്ചപ്പോൾ സ്ലോ ആയിരുന്നു ഇതിൻ്റെ മൂവ്മെൻറ്റ് സാധാരണയുള്ളതിനേക്കാൾ. എന്നിട്ട് ഞാൻ ആദ്യമായി ഒരു മോൺസ്റ്ററിനെ ഡിഫീറ്റ് ചെയ്തു, അതും ഒരു എസ്രാങ് മോൺസ്റ്ററിനെ എന്ന് പറഞ്ഞ് സന്തോഷത്തോടിരിക്കും. അവൾ അവൻ്റെ തലയ്ക്കടിച്ച്, അധികം സന്തോഷിക്കേണ്ട, ഇവിടെ ഇതാ കുറേ ഗ്രമീൽസ്, അതിനെ അറ്റാക്ക് ചെയ്യാൻ പറയും. നോക്കുമ്പോൾ അവിടെ നിറച്ചും ഉണ്ടാവും. അവിടുന്ന് കട്ട് ചെയ്ത് യൂറി ഓൾറൈറ്റ് ആണോ എന്ന് ചിന്തിക്കും. പിന്നെയും ഇനിനെയും കാണിക്കും. അവൻ അവസാനം എല്ലാ മോൺസ്റ്റേഴ്സിനെയും കൊന്നു. അതിന് നിനക്ക് സ്പിരിറ്റായി വേണം, അതാണ് നിൻ്റെ പുതിയ മാറ്റം. അതുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് ട്രെയിനിങ്ങിലേക്ക് പോവാം. നീ ഇപ്പോൾ ചെയ്യേണ്ടത് ഗ്രമീൽസിനെ എബിലിറ്റീസ് അപ്രൈസ് ചെയ്യേണ്ടതാണ്. ഹ്യൂമൻസിൻ്റെ സ്കിൽസൊക്കെ വൈകിയാണ് കിട്ടുന്നത്, എന്നാൽ മോൺസ്റ്റേഴ്സ് ജനിക്കുമ്പോഴേ കിട്ടുന്നുണ്ട്. എനിക്ക് ഇതിൻ്റെ സ്കിൽസ് അപ്രൈസ് ചെയ്യാനാണ് പറ്റുകയുള്ളൂ. ഞാൻ ഒരിക്കലും ഇതിനെ ജയിക്കണമെന്ന് വിചാരിച്ചിരുന്നില്ല. അപ്രൈസർ സാധാരണ പണിയല്ല. മോൺസ്റ്ററിനെ തിരിച്ചറിഞ്ഞ് ഇൻഫർമേഷൻ വേഗത്തിലെടുക്കുന്നതാണ് ഇത് എൻ്റെ ഒരു ഭാഗമാണെന്ന്
എന്നവൻ പറയും. അവൾ നിനക്ക് ഇപ്പോൾ സ്പിരിറ്റായി ഉണ്ട്. അതുകൊണ്ട് ഇൻഫർമേഷനെ കുറിച്ചുള്ള നോളജ് മാത്രമല്ല വേണ്ടത്, എക്സ്പീരിയൻസ് വേണം. അവൻ ഇത് അത്ഭുതമാണെന്ന് പറയും. എന്നിട്ട് അവൻ അതിൻ്റെ അപ്രൈസ് ചെയ്യും. അതിൻ്റെ ഇൻഫർമേഷൻ അവൻ്റെ ബ്രെയിനിൽ കയറും. അപ്പോൾ അവൻ എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാവില്ല. അപ്പം അവൻ എനിക്ക് അതിൻ്റെ എബിലിറ്റീസ് കിട്ടിയോ അത് ട്രെയിൻ ചെയ്യാൻ ഓടും. അവൻ വേഗത്തിലായിരിക്കും ഓടുക, പക്ഷേ അവൻ്റെ കാലിൻ്റെ മസിൽസ് ഡാമേജ് ആയിട്ടുണ്ടാവും. ഇത് സ്വാഭാവികമാണ്, നോൺ സ്റ്റോപ്പ് ആയി ഓടിയത് കൊണ്ടാണ് എന്ന് പറഞ്ഞ് വെള്ളം ഒഴിക്കും. എന്നിട്ട് ഓടുമ്പോൾ കാലിന് മാത്രമല്ല ഊർജം കൊടുക്കേണ്ടത്, പക്ഷേ ശരീരത്തിലെ എല്ലാ മസിൽസിനുമാണ്. അങ്ങനെ നീ കുറേ ഓടുമ്പോൾ വീഴും. നീയിൽ കുറേ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാൻ പറയും. എന്നിട്ട് വേഗത്തിൽ ഓടാൻ പറയും. നിങ്ങൾ ഒരു ഡീമൺ ആണോ ഡെവിൾ ആണോ എന്ന് അവൻ ചോദിക്കും. അവൻ ഓടുമ്പോൾ പലതവണ വീഴുമെങ്കിലും പിന്നെയും മസിൽ സ്ട്രോങ് ആക്കണമെന്ന് പറഞ്ഞ് ഓടും. എനിക്ക് തോന്നുന്നു ഇതുകൊണ്ട് ഡെത്ത് ബിയറിനെ ഡിഫീറ്റ് ചെയ്യണമെന്ന്. അവൾ മണ്ടത്തരം പറയില്ലേ, നീ മരിച്ചു പോകുമെന്ന് പറയും. ഇതൊരു പാടുള്ള ഓഫറാണ്, നീ നിൻ്റെ അബിലിറ്റി സർപ്രൈസ് ചെയ്യണം. അവൻ അവളെ സന്തോഷത്തോടെ നോക്കും. അവളാണെങ്കിൽ അവനെ ഒരുമാതിരി നോക്കും. അവനു നേരെ ഫയർ അറ്റാക്ക് ചെയ്ത് അപ്രൈസ് ചെയ്തോ എന്ന് ചോദിക്കും. നീ കെയർഫുൾ ആയിരിക്കണം, ചിന്തിക്കാൻ സമയമില്ല. അവളുടെ എബിലിറ്റി എസ് റാങ്കിന് മുകളിലാണ്. എലിമിനേറ്റ്സ് സ്പെല്ല് കാസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതൊരു പാടുപിടിച്ച പണിയാണ് ഹീറോ. ഞാൻ സമയം ഒട്ടും പിടിക്കുകയില്ല. സ്പെല്ല് ആക്കണോ? നീ പെട്ടെന്ന് അപ്രൈസ് ചെയ്ത് ഫയർബോൾ ക്യാൻസൽ ചെയ്യണം എന്ന് പറഞ്ഞ് അവൾ അറ്റാക്ക് ചെയ്യാൻ നിൽക്കും. അവൻ അപ്രൈസ് ചെയ്യുമെങ്കിലും എന്തോ സംഭവിച്ച് തീ ആളിക്കത്തും. അവൾ ആ വെള്ളം ഒഴിച്ചു കൊടുക്കും. ഒന്നുകൂടി ഫാസ്റ്റ് ആവാൻ പറയും. അവൻ വീണ്ടും അപ്രൈസ് ചെയ്യുമെങ്കിലും പിന്നെയും തീ പിടിക്കും. അവൻ അത് 5ാമത്തെ ദിവസമാണ് ട്രെയിൻ ചെയ്യുന്നത്. ഇതിൻ്റെ മാന ബിലോ ആവറേജ് ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. യൂറി റെഗ്രസിൻ്റെ ഡ്രോപ്പ് ഒഴിച്ചുകൊണ്ട് മാന കിട്ടി. മാനയുടെ ആഴം കൂടി. എൻ്റെ മാനയും കാപ്പബിലിറ്റിയും വർദ്ധിച്ചു. മാന എനിക്ക് യൂസ് ചെയ്യുന്നത് അറിയാമെന്ന് പറഞ്ഞ് ഹീറോ കണ്ണ് തുറക്കും. അവൻ 1 മാസമായി ട്രെയിൻ ചെയ്യുന്നു. അവന് 1000 ഫയർബോൾ ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. ഉർസറയോടും ഗ്രെമിൽസിനോടും ട്രെയിൻ ചെയ്ത് ഉർസറ വിളിച്ചു പറയും, ഇത് നിൻ്റെ റിവെഞ്ച് എടുക്കാനുള്ള സമയമാണ്. എന്നിട്ട് എപ്പിസോഡ് 1 കണ്ട് ഡെത്ത് ബിയറിനെ അറ്റാക്ക് ചെയ്യാൻ പോവും. അവൻ അതിനെ കണ്ട് പേടിക്കുമ്പോൾ നീ ഇപ്പോൾ വീക്കല്ല, പണ്ടത്തേക്കാൾ സ്ട്രോങ് ആയിരിക്കുന്നു, വേഗം ജയിക്കാൻ പറയും. എന്നിട്ട് അവനെ തള്ളി പറഞ്ഞയക്കും. എന്നിട്ട് എപ്പിസോഡ് 1 കാര്യങ്ങൾ ആലോചിച്ച് അതിനെ വിളിക്കും. ഫൈറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് അവൻ അതിന് നേരെ ഫയർബോൾ യൂസ് ചെയ്യും. അവൾ അത് കൺട്രോൾ ചെയ്യാൻ പറയും. അത് വർക്കായി. അത് ഡിസ്ട്രാക്റ്റായി. അവൻ എന്നിട്ട് വേഗത്തിൽ ഓടി സൂപ്പർ അപ്രൈസ് ചെയ്ത് അതിനെ വേഗത കുറയ്ക്കും. എന്നിട്ട് വിൻഡ് വെച്ച് അറ്റാക്ക് ചെയ്യും. ഞാൻ വീക്കല്ല, കാരണം ഞാൻ ഒരു മേച്ചല്ല. എന്നിട്ട് 100 ഫയർബോൾ വെച്ച് അറ്റാക്ക് ചെയ്യും. അവസാനം അത് താഴെ വീഴും. അപ്പം അവൻ ഡെത്ത് ബിയർ വീക്ക് ആയതാണോ? അല്ല, ഞാനിപ്പോൾ ഒരുപാട് സ്ട്രോങ് ആയി എന്ന് പറയുന്നതോടെ എപ്പിസോഡ് 2 എൻഡ് ആവുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചാനൽ സബ്സ്ക്രൈബും ചെയ്യുന്നതാണ്. അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.